അളിയടാ നമ്മളെന്നേ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സെലക്ഷൻ ടെലസിന് ഇറങ്ങിയില്ലായിരുന്നോ? എനിക്ക് സെലക്ഷൻ കിട്ടി കേട്ടോ. ലിസ്റ്റിൽ പേര് വന്നു. അളിയ അതൊക്കെ ഇടിക്കടാ. നിനക്ക് ഇനിയിപ്പോ പുതിയ ഷൂസും ഡ്രസ്സും പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യാലോ. അതെ അളിയ, ഇനി വേണമൊന്ന് പൊളിക്കാൻ. അളിയ കൗൺസിലിൽ റിച്ച് ലൈഫ് ആയിരിക്കൂലടാ. ആളിയ സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. കൗൺസിൽ എങ്ങനെയുണ്ട് ഇപ്പം? നിനക്ക് സ്പോർട്സ് കിറ്റും ഷൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ലേ? ആടാളിയ, എല്ലാം കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നൊക്കെ ഉണ്ട്. അളിയ വർഷം 2-3 ആയല്ലോടാ. പിന്നെ ഷൂവോ സ്പോർട്സ് കിറ്റോ എന്തൊക്കെ കിട്ടൂന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അളിയ എന്തായാലും അടുത്ത മാസം തരുമായിരിക്കൂടാ. എല്ലാം നടക്കുവോടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അളിയ നമ്മുടെ സർക്കാരും നമ്മുടെ കൗൺസിലും ഒക്കെ അല്ലേടാ. എന്നാലും നമ്മുടെ കുട്ടികളുടെ കഷ്ടപ്പാട് അവര് മനസ്സിലാക്കാണ്ടിരിക്കൂടാ. നീ എന്തായാലും നോക്ക്, സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവല്ലേ. 1-2 വർഷങ്ങളായി തന്നെ കായിക ഉപകരണങ്ങൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, ബാഗുകൾ തുടങ്ങിയ സാധനങ്ങളൊന്നും വിതരണം ചെയ്യാതെ സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് യഥാർത്ഥത്തിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയായി. അളിയ ന്യൂസ് ഞാനും കണ്ടടാ. ഇപ്പൊ എന്തായി? ഇത്ര നാള് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും ഫെസിലിറ്റിയും ഒക്കെ അവന്മാരങ്ങോട്ട് പൂഴ്ത്തി വെച്ചേക്കുവായിരുന്നല്ലേ. എടാ ഇത് കാരണം നിന്നെ പോലുള്ള എത്ര പേരാടാ കഷ്ടപ്പെട്ടു, എത്ര പേർക്കുള്ള ഫെസിലിറ്റിയെ നഷ്ടപ്പെട്ടു. ഒരുപാട് പേര് സ്പോർട്സ് നിർത്തിപ്പോയിട്ടുണ്ടാവില്ലേ? നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുമല്ല. എടാ ഇനിയും നിങ്ങൾ എന്ത് വിശ്വാസത്തില്, ആരെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിൽ സ്പോർട്സ് ചെയ്യുക? ആരെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിൽ സ്പോർട്സ് ചെയ്യുക? ആരെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിൽ സ്പോർട്സ് ചെയ്യുക?